ഇന്ന് നമുക്ക് ബറാത്ത് സ്പെഷ്യൽ ചക്കരച്ചോറ് ഉണ്ടാക്കാം. ഇതിലേക്ക് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു ചക്കരച്ചോറ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കരച്ചോറാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ജീരകശാല കൈമ റൈസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒരു കൈമ റൈസ് ആണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ നമ്മൾ ദോശയ്ക്കൊക്കെ അരക്കുന്ന പച്ചരി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഏതെങ്കിലും ബിരിയാണി റൈസ് ആയാലും മതി കേട്ടോ. 1 കപ്പിലേക്കുള്ള അളവാണ് പറയുന്നത്. 1 കപ്പ് വെച്ച് ചെയ്യുമ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. ഞാനിവിടെ ഒരു നിങ്ങൾ കണ്ടല്ലോ, ചെറിയ അല്ലി ആയതുകൊണ്ട് 20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ 3 പീസ് ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്ക് മെൽറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു കുക്കർ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് മെൽറ്റായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം സവാള വേണമെങ്കിൽ എടുക്കാം കേട്ടോ. സവാള ചേർത്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാ ചുവന്നുള്ളി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നെയ്യ് അധികം ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ പകുതി നെയ്യും പകുതി വെളിച്ചെണ്ണ എടുത്താലും മതി കേട്ടോ. ഇനി ഇതൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 5-6 ഗ്രാമ്പു, 5-6 ഏലക്ക, ചെറിയൊരു കഷ്ണം കറുവപ്പട്ട, 2 വാഴനയില ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതാദ്യം നമ്മൾ നെയ്യിൽ ചേർത്ത് മൂപ്പിക്കാത്തത് പിന്നീട് ആ ചുവന്നുള്ളി കളറ് മാറി വരുന്ന സമയത്തിനും അത് നല്ലപോലെ മൂത്ത് കരിഞ്ഞു പോകും കേട്ടോ. ചുവന്നുള്ളി ഒന്ന് കളറ് മാറിയിട്ട് സ്പൈസസ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് വെള്ളത്തിന് പകരം ഞാനിതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാനിവിടെ നമ്മൾ അരി അളന്ന 1 കപ്പിന് 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പ്രഷർ കുക്കർ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചത് ശർക്കരയ്ക്ക് ഉരുകി വന്നിട്ടുണ്ട്. ഇത് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ 1 വിസിലടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലെ പ്രഷറൊക്കെ നമുക്ക് കളയണം. ഇത് പ്രഷറൊക്കെ പോയിട്ട് നമ്മൾ തുറക്കുമ്പോഴേക്കും, അതായത് നമ്മൾ കളയാതെ പോയി തുറക്കുമ്പോഴേക്കും അരിയൊക്കെ നല്ലപോലെ വെന്ത് വരും കേട്ടോ. അപ്പോൾ നമ്മൾ പ്രഷറൊക്കെ കളഞ്ഞ് ഇത് തുറന്നപ്പോൾ ഇതൊരു 80% വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടോ, വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, ഒരു 80% വെന്തിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ അരിയൊന്നും നമ്മൾ വിചാരിച്ച പോലെ വെന്ത് കിട്ടൂല കേട്ടോ. അരിയുടെ ഉൾഭാഗമൊക്കെ ഇങ്ങനെ അരി കടിക്കുന്ന പോലെ ഉണ്ടാവും, നല്ല പോലെ വെന്ത് കിട്ടൂല. ശർക്കരപ്പാനി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1-ാം പാൽ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 1/2 കപ്പാണ് 1-ാം പാലുള്ളത്. അധികം വെള്ളം ചേർക്കാതെ 1-ാം പാൽ എടുക്കണം കേട്ടോ. 1-ാം പാൽ കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി പ്രഷർ കുക്കർ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ, അതായത് സാധാരണ ഫ്ലെയിമിൽ 1 വിസിലടുപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് വേണം കേട്ടോ തുറക്കാൻ. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ചക്കരച്ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. നല്ലപോലെ വെന്ത് കുഴഞ്ഞു പോകുകയൊന്നും ചെയ്യാതെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ശർക്കരപ്പാനി ചേർത്തുകൊണ്ട് തന്നെ അരി പിന്നീട് കുഴഞ്ഞു പോകുകയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചക്കരച്ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒന്നുകൂടെ ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചേർത്തെന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ചക്കരച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് പേരൊക്കെ പപ്പടം വെച്ചിട്ട് ഇത് കഴിക്കാറുണ്ട് കേട്ടോ. പപ്പടം കൂട്ടിക്കുഴച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ പായസവും പഴവും പപ്പടമൊക്കെ കഴിക്കൂലേ, അതുപോലെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ ചക്കരച്ചോറും പപ്പടവും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ചക്കരച്ചോറ് ഇതിനു മുമ്പ് ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്